ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരൊക്കെ അപ്പോൾ ബിഗ് ബോസിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജൂണിൽ തന്നെ വരാൻ സാധിക്കട്ടെ. സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഏകദേശം ഒരു 20-22 പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരൊക്കെ അതും പോയി കാണുക. അതിൽ നിന്ന് മാറി കുറച്ച് പേരുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻഡിങ്ങിലേക്കും അതുപോലെ തന്നെ സീസൺ 7ലേക്ക് വരാൻ സാധ്യതകളുള്ള കുറച്ച് താരങ്ങളുടെ പേരുകൾ. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് പേരുകളുണ്ടെങ്കിലും ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. നമുക്കത് ഒരു ലോങ് വീഡിയോ ആക്കി മാറ്റേണ്ട, ഒരു ഷോർട്ട് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഒരു കുറച്ച് പേരുകൾ മാത്രം ഈ ഒരു പാട്ടിൽ ഉൾപ്പെടുത്താം. അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പേരും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കധികം വലിച്ചു നീട്ടേണ്ട. അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ മുൻ വീഡിയോകളിൽ പറഞ്ഞവരുടെ പേരുകളിൽ വരാൻ താല്പര്യമുള്ളവരുടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ പേര് കമൻ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് വലിച്ചു നീട്ടാതെ നമുക്ക് ആരൊക്കെയാണ് ഈ ഒരു സീസണിലേക്ക് വരാൻ സാധ്യതകളുള്ളവരുടെ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഓൺലൈൻ മീഡിയാസിലൊക്കെ ആങ്കർ ആയിട്ടുള്ള അജിൻ വർഗീസ് ആണ്. അത്യാവശ്യം ട്രോളുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ആങ്കർ കൂടിയാണ്. പല ഇൻ്റർവ്യൂകളിലും അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് പല രീതിയിലുള്ള ട്രോളുകളിലൊക്കെ ഉൾപ്പെട്ട് ട്രോളുകളൊക്കെ നേരിട്ട് സോഷ്യൽ മീഡിയകളിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ അജിൻ്റെ പേര് കേട്ടിരുന്നു, പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ അതുപോലെ തന്നെ വൈൽഡ് കാർഡ് ലിസ്റ്റുകളിലുമൊക്കെ കേട്ടിരുന്നു. അവസാന നിമിഷം വരെ അജിൻ്റെ പേരുണ്ടായിരുന്നു സീസൺ 6ലേക്ക് വരുമെന്നൊക്കെ. എന്നാൽ എത്തിയില്ല. എന്തായാലും ഈ ഒരു സീസണിൽ നല്ലൊരു ചാൻസ് അജിനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അജിനും പറഞ്ഞിരുന്നു ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും കോൾ ഉണ്ടായിരുന്നുവെന്ന്. അടുത്തൊരാളെന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്യൂട്ടി ബ്ലോഗറൊക്കെ ആയിട്ടുള്ള അരുണിമ സുനിൽ കുമാറാണ്. അപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ അധികം ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹൈപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്നാൽ ബിഗ് ബോസിലേക്കൊരു സാധ്യതകൾ ഈ ഒരു സീസണിൽ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അരുണിമ. മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലോഗറൊക്കെ ആയിട്ട് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സാധ്യതകൾ കാണുന്നുണ്ട് അരുണിമയ്ക്ക് ഈ ഒരു സീസണിൽ. അടുത്തത് ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സിനി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സീമ ജി നായറാണ്. പ്രീവിയസ് സീസൺസിലൊക്കെ സീമ ജി നായരുടെ പേര് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സീസണുകളിൽ സീമ ജി നായരുടെ പേര് കേട്ടിട്ടുണ്ട്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകളെ പറ്റി. എന്താണെങ്കിലും ഒരു സീസണിലും സീമ ജി നായരുടെ പേര് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് പറയാനുള്ളത് ജിഷിൻ മോഹൻ്റെ പേരാണ്. സീരിയൽ ടെലിവിഷൻ ഷോസുകളിലൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ അതിന് മുന്നത്തെ സീസണുകളിലും ജിഷിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് വരുമെന്നൊക്കെ. എന്നാൽ ആ ഒരു സീസണിലൊന്നും കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഒരു സീസണിലും നല്ലൊരു ചാൻസ് ജിഷിന് കാണുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊരു കോള് ജിഷിന് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തൊരു മെയിൽ ബ്യൂട്ടി ബ്ലോഗറായിട്ടുള്ള ഷാനാണ്. അതായത് നമുക്ക് ഫീമെയിൽസ് ആണ് സാധാരണ ബ്യൂട്ടി ബ്ലോഗിംഗ് ഒക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ നടത്തുന്നത്. എന്നാൽ അതിൽ നിന്നൊരു വെറൈറ്റി ആയിക്കൊണ്ട് ഒരു മെയിൽ ബ്യൂട്ടി ബ്ലോഗറായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാൻ. അപ്പം ഈ ഒരു സീസണിലേക്ക് നല്ലൊരു ചാൻസ് ഷാനും കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ കാണുന്നൊരു വ്യക്തി കൂടിയാണ്. അടുത്തത് നമുക്കൊരു ഓൺലൈൻ മീഡിയ ആങ്കർ കൂടിയായിട്ടുള്ള ശാരികയാണ്. നല്ല രീതിയിൽ ഇൻ്റർവ്യൂസിൽ പുള്ളിക്കാരത്തിയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ട്രോൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയ ആങ്കർ കൂടിയാണ് ശാരിക. ട്രെൻഡിങ്ങിൽ അത്യാവശ്യം വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഈ ഒരു സീസണിൽ വരാനുള്ള സാധ്യതകൾ നല്ല രീതിയിലുണ്ട്. അപ്പം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊരു കോള് എത്താനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തത് ഒരു കോമഡി ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിമൊക്കെ ആയിട്ടുള്ള അഖിൽ കവലിയൂരാണ്. ഈ ഒരു സീസണിൽ നല്ലൊരു ചാൻസ് അഖിലിന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അഖിൽ കവലിയൂർ സീസണിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തത് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം കോൺട്രവേഴ്സികൾ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി അറിയപ്പെടുന്ന രോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയും ഈ സീസണിലേക്ക് വരുമോ എന്നൊക്കെ. ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊരു കോള് എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് രോഹിത്തിന്. എന്താണെങ്കിലും നോക്കാം. അടുത്തത് സീരിയൽ ആക്ട്രസ് കൂടിയായിട്ടുള്ള ദിവ്യ ശ്രീധറാണ്. നമുക്കൊരു സെക്കൻഡ് മാരേജുമായി ബന്ധപ്പെട്ടല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പ്രായമുള്ള ഒരാളെ മാരേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം സോഷ്യൽ മീഡിയകളിലൊക്കെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ദിവ്യ ശ്രീധർ. ഈ ഒരു സീസണിലേക്ക് സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ദിവ്യയുടെ പേരും കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള നിഷ സാരംഗ് അതുപോലെ തന്നെ ബിജു സോപാനം. ഇവർ രണ്ടുപേരും ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചകളിലും പല കോൺട്രാവേഴ്സികളിലും ഒക്കെ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അതുപോലെ തന്നെ ബിജു സോപാനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീഡനത്തിൻ്റെ പേരിലുമൊക്കെ പല അലിഗേഷൻസും പുള്ളിയുടെ പേരിലുണ്ട്. സോഷ്യൽ മീഡിയ ചർച്ചകളിലും കോൺട്രാവേഴ്സികളിലും
ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാണ് ബിജു സോപാനം. അതുപോലെ തന്നെ നിഷ സാരംഗ് ഇതുമായി ബന്ധപ്പെട്ടും ഈ സീരിയലുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പല ചർച്ചകളിലും വരുന്നുണ്ട്. സോ ബിഗ് ബോസിലേക്ക് വിളിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ വരാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 11 പേരാണ് നിലവിൽ എൻ്റെ ഒരു ലിസ്റ്റിൽ പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഇവരാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.